പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഏകദേശം ഒരു വർഷത്തിനടുത്തായിട്ടുണ്ടാവും. അത് വേറെ ഒന്നുമല്ല, കുറേ അധികം തിരക്കുകൾ കാരണം സിനിമ കാണാൻ പറ്റുന്നില്ല. നമുക്കറിയാലോ, നമ്മൾ ചെയ്യുന്ന പരിപാടി സിനിമ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ സിനിമ കാണാൻ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. പക്ഷെ ഈ മാർച്ച് 27, 2025 ഞാൻ മനസ്സിൽ കുറച്ച് കാലം മുന്നേ തന്നെ ബുക്ക് ചെയ്ത് വെച്ചാണ് മനസ്സിൽ ഈ പടം കണ്ടേ പറ്റൂ. ഫസ്റ്റ് ഡേ ആസ് എ ഫാൻ ബോയ്. നമ്മൾ അറിയാലോ, ലൂസിഫർ എന്ന് പറയുന്ന സിനിമ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച സിനിമയാണ്. അതേപോലെ തന്നെ മോഹൻലാൽ, അതായത് നമ്മൾ ലാലേട്ടൻ വരുമ്പോൾ നമ്മൾ ഓരോ മലയാളികൾക്കുള്ളിലും ആളൊരു ഫാൻ ബോയ് എപ്പോഴും ഉള്ളിലുണ്ടാവും. എത്ര വിരോധം ഉണ്ടെങ്കിലും ആളുടെ ഒരു ഇഷ്ടം എപ്പോഴും മനസ്സിൽ നമ്മുടെ മലയാളികൾക്ക് ഉണ്ടാവും. അപ്പോൾ ഈ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഇത് കാണണം എന്നുള്ളത് ഉറപ്പിച്ചതാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ടിക്കറ്റ് തന്നെ കിട്ടിയത്. എനിവേസ്, നമ്മൾ 6 മണിക്ക് സിനിമ കണ്ടു. സിനിമ കണ്ടിട്ട് പറയേണ്ട കാര്യങ്ങൾ, നമ്മൾ പണ്ട് സ്പോയിലേഴ്സ് പറയാറില്ല, ഇപ്പോഴും സ്പോയിലറൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയണം, നമ്മൾ കാണുന്ന ഫ്രെയിമുകൾ അതൊരു മലയാള സിനിമയുടേതാണെന്ന് ഒരു സംശയം വന്നു പോകും. അത്രയും മനോഹരമായിട്ട് എന്താ പറയുക, അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഓരോ സീനിൽ ലാലേട്ടൻ വരുമ്പോഴുള്ള ആ ഒരു ഇമ്പാക്ട്, ആളുടെ ആ കോട്ടും ഇതൊക്കെ ഇട്ടിട്ട് കുറച്ചു കാലം മുമ്പ് ഒരു ടോക്ക് ഉണ്ടായിരുന്നു, ആൾക്ക് കോട്ട് ചെയ്തില്ല, എന്നിട്ടൊരു സ്റ്റൈലിഷ് ലുക്കൊന്നും ലാലേട്ടനെ പറ്റില്ല എന്നുള്ളത്. അത് അങ്ങനെ തന്നെ തകിടം മറിച്ചിട്ടാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഡയറക്ടർ നമ്മുടെ ലാലേട്ടനെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് അതായത് ഇൻട്രോ സീൻ തന്നെ നിങ്ങൾ പോയി കാണാനേ വേണം. അത് ഭയങ്കര രസമായിട്ടുണ്ട്. ഇത് ലാലേട്ടൻ ഇത്രയും ഭംഗിയിൽ, ഇത്രയും സ്റ്റൈലിഷ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ കാസിനോവയിലൊക്കെ പറയുകയാണെങ്കിലും എനിക്ക് ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള ലാലേട്ടനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയണം. ഇത്രയും കോട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ചേരുന്ന വേറൊരു നടൻ ഉണ്ടോ എന്നൊരു സംശയം എനിക്കിപ്പോൾ ഉണ്ട്. തീർച്ചയായിട്ടും ഈ സിനിമ കാണാനുള്ള 2-3 ഫാക്ടർ നിങ്ങൾക്കറിയാം. ഒന്ന് ലൂസിഫർ ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടു, രണ്ടാമത് ഡയറക്ടർ പൃഥ്വിരാജ് സുകുമാരൻ, മൂന്നാമത്തെ ഫാക്ടർ ലാലേട്ടൻ. ഈ 3 ഫാക്ടറും ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇത്രയും പ്രീ ബുക്കിംഗ് വന്നതും ഇറ്റ്സ് മാജിക്. എന്തെങ്കിലും ഒരു മാജിക് ചെയ്യുന്നുണ്ടാവും ഉറപ്പായിരുന്നു. കാരണം വിഷ്വൽസ് എല്ലാം സൂപ്പർ എന്ന് തന്നെ പറയണം. നല്ല രസമായിട്ട് ഒരു ഹോളിവുഡ് അങ്ങനത്തെ ഒരു ക്വാളിറ്റിയിലാണ് പടം എടുത്തിരിക്കുന്നത്. അത് എത്ര പേർക്ക് ദഹിക്കും എന്നുള്ളത് എനിക്കറിയില്ല, ബട്ട് ഐ ലൈക്ക് ഇറ്റ്. ലാലേട്ടൻ നമ്മളെങ്ങനെ കാണാൻ ആഗ്രഹിച്ചത് അത് നമുക്ക് ഈ സാധനത്തിന് കിട്ടിയിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് വളരെ രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ പല ഷോർട്സും നമുക്കുണ്ടല്ലോ, നമുക്ക് റൊമാൻറ്റിഫിക്കേഷനാണ്. പിന്നെ നമുക്കൊരു സിനിമ ഇറങ്ങണേക്കാളും മുമ്പ് ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു, ഖുറേഷി ആണോ അതോ സ്റ്റീഫൻ ആണോ നമ്മളെ ഒരു എന്താ പറയുക ഒരു റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ടാക്കാന്നുള്ളത്. എനിക്ക് രണ്ടും ഓക്കെയാണ്. പക്ഷെ സ്റ്റീഫൻ വരുമ്പോൾ നോട്ട് ദ പോയിന്റ്. സ്റ്റീഫൻ വരുമ്പോൾ നിങ്ങൾ തിയേറ്റർ ഒന്ന് കൊള്ളുമ്പോൾ, കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. അത് ആ ഒരു സെറ്റപ്പിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ആ ഒരു എഫക്റ്റ് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ലൂസിഫറിലുള്ള പോലെ തന്നെ, ഫസ്റ്റിലുള്ള പോലെ തന്നെ ടോവിനോ ഉണ്ട്, മഞ്ജു വാര്യരുണ്ട്, പൃഥ്വിരാജ് ഉണ്ട്. അതിൽ കുറച്ച് ക്യാരക്ടേഴ്സ്, ആയികുമാർ, കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഈ അടുത്ത കാലത്ത് നമ്മൾ ദീപക് ദേവിൻ്റെ കുറേ കമന്റുകൾ കണ്ടിരുന്നു, കത്തിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആളുടെ കോൺഫിഡൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് വളരെ വ്യക്തമാണ്. BGM സൂപ്പർ. നമ്മൾ ഈ പറയുന്ന സ്ക്രീൻ പ്രസൻസ് ലാലേട്ടനെ കാണിക്കുമ്പോഴും അതിൻ്റെ കൂടെയുള്ള BGM കൂടി ആകുമ്പോൾ ശരിക്കും റൊമാൻറ്റിഫിക്കേഷനാണ്. പിന്നെ ലാസ്റ്റ് ഡേയിൽ ഇറങ്ങിയ മറ്റേ ലിറിക്കൽ വീഡിയോ ഉണ്ടല്ലോ, പാട്ട്, എനിക്ക് അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു. ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞു, എന്തിനാണ് അങ്ങനത്തെ ഒരു പാട്ട് ആ സിനിമയിൽ ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും എന്നെ തെറ്റിച്ച്. ആ പാട്ട് പ്ലേസ് ചെയ്ത സ്ഥലം, ആ പാട്ടിൻ്റെ വിഷ്വൽസ്, സത്യം പറഞ്ഞാൽ അത് വളരെ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് പടത്തിലൊരു ലാഗും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡ് കറക്റ്റ് സ്ഥലങ്ങളിലാണ് എല്ലാം പ്ലേസ് ചെയ്ത് വെച്ചേക്കണേ. എസ്പെഷ്യലി ഫൈറ്റ് സീക്വൻസ് പറയുകയാണെങ്കിൽ അത് മുണ്ടും മടക്കി ഒരു അടിയുണ്ട് മോനെ. അത് തിയേറ്റർ നിങ്ങൾക്ക് ആ ഇമ്പാക്റ്റ് ഉണ്ടാവും. ഞാൻ തമാശ പറയില്ല. ആ സീൻ വരുമ്പോൾ, ആ ഒരു സീക്വൻസ് വരുമ്പോൾ റിയലി ദ റൊമാൻറ്റിഫിക്കേഷൻ. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഈ എന്താ പറയുക, നമ്മളെല്ലാവരും തടഞ്ഞു നിർത്തിയ ഒരു മനുഷ്യനുണ്ട് കുറച്ചു കാലം. അതായത് എല്ലാവർക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പടം കിട്ടുന്നില്ല, ഒരു ലെവലിലേക്ക് എത്തുന്നില്ല, എല്ലാം നമുക്ക് ടെസ്റ്റ് പഠിച്ച് പോണ പടങ്ങളായിരുന്നു. ബട്ട് ദിസ് ടൈം ഒറ്റപ്പടം മതി ഒരാൾക്ക് കയറി വരാൻ. അതിൻ്റെ ബ്രാൻഡ് എപ്പോഴും എല്ലായിരിക്കണം. ദാറ്റ് മീൻസ് ലാലേട്ടൻ ഇങ്ങനത്തെ തിരിച്ചറിവ് വരാൻ വേറെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ദാറ്റ്സ് അമേസിങ്. അതിൻ്റെ സ്ക്രീൻ പ്രസൻസ് അത് എടുത്തു പറയണം. ആ സ്ക്രീൻ പ്രസൻസ്, അതായത് വണ്ടി ഓടിക്കാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ ഏത് വണ്ടി കിട്ടിയാലും അത് അടിപൊളിയായിട്ട് ഓടും എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഒരു പടത്തിൻ്റെ ഹൈപ്പിനനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് മുൻകാലങ്ങളിൽ നമുക്ക് അനുഭവപ്പെട്ടെന്ന് വെച്ചാൽ ഹൈപ്പിനനുസരിച്ച് പടം എത്താറില്ല. ബട്ട് ദിസ് ടൈം ഫോർ മീ ഹൈപ്പിനനുസരിച്ചുള്ള ഒരു പടം ഉണ്ട്. പിന്നെ ഈ ലൂസിഫർ സീരീസിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം, അത്
അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്തൊന്നും കൂടെ അത് വളരെ മനോഹരമായിട്ട്. ഏത് വാടാ. എന്തായാലും നിങ്ങൾ സിനിമ കാണാം. ആൻഡ് ഇറ്റ്സ് എൻ അമേസിംഗ് വൺ. നിങ്ങൾക്ക് ഒരിക്കലും നിരാശ വരില്ല. നമ്മൾ KGF അതേപോലത്തെ യമണ്ടൻ പടങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. ബട്ട് ദിസ് ടൈം ഫ്രം മലയാളം നമ്മൾക്ക് പറയാൻ എമ്പുരാനുണ്ടാകും. ഇറ്റ്സ് എ വേൾഡ് ക്ലാസ്. എനിക്ക് വേൾഡ് ക്ലാസ് എന്ന് ഞാൻ പറയും. അത്ര നല്ല ഫ്രെയിംസ് ആണ്, നല്ല വിഷ്വൽസ് ആണ്, നല്ല ക്വാളിറ്റി ഇടിയുണ്ട്. പിന്നെ എസ്പെഷ്യലി ലാലേട്ടൻ, മൂപ്പരെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. അപ്പോൾ എല്ലാവരും സിനിമ കാണാം. സോ ഫാമിലി ആയിട്ട് പോവുക. ഖുറേഷി അബ്രാമിനെ കാണുക, അത് കഴിഞ്ഞിട്ട് സ്റ്റീഫനെ കാണുക. അടിപൊളിയാവട്ടെ. സോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇനി വരാൻ ശ്രമിക്കാം. ഞാൻ സിനിമകൾ വളരെ കുറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം. എല്ലാം റീസ്റ്റാർട്ട് ചെയ്യണം. സോ ഐ നീഡ് യുവർ സപ്പോർട്ട്. സോ പണ്ട് പറയാറുള്ള പോലെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ബെല്ലടിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും.